ഗുഡ് മോർണിംഗ്. ടെൻറ്റിൻ്റെ ഉള്ളിലെ അവസ്ഥയാണ്. ഒരാളുടെ കിടന്ന് പോകുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. തുറന്നു നോക്കാം പുറത്തെ അവസ്ഥ എന്തുണ്ടെന്ന് കാണാൻ. ണ്ടോ വ്യൂ നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഇതാണ്. ഹായ് ഹലോ, എല്ലാവർക്കും ഷീബാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ചാദർ ട്രെക്കിൻ്റെ സെക്കൻഡ് ഡേ ആണ്. രാവിലെ തന്നെ ഇങ്ങനെ ഒരു വ്യൂയിലേക്ക് എഴുന്നേക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. Our kitchen. തേച്ചിട്ട് ബ്രഷ് അവിടെ വെച്ച് ബ്രഷും ഇതും കൂടെ ഫ്രോസൺ ആയി. ആൻഡ് മൈ ടീ. ഗുഡ് മോർണിംഗ്. രാവിലത്തെ പ്രിപ്പറേഷൻ നടക്കുകയാണ് ഇവിടെ. ചായ ഉണ്ടാക്കിയൊക്കെ ഉണ്ട്, എന്തോ കറിയോ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ 2 ഗ്യാസ് സ്റ്റൗവാണ് ഉള്ളത്. ഗ്യാസ് സ്റ്റൗ അല്ല, മറ്റേ മണ്ണെണ്ണ സ്റ്റൗ. അതിലാണ് അവരുടെ ഫുൾ പരിപാടികൾ. 5-6 ആൾക്കാരുണ്ട്, കിച്ചണ് മാത്രം. നല്ല തണുപ്പാണെന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ. രാവിലെ തന്നെ ഓരോരാളായിട്ട് ടെൻറ്റിൽ നിന്ന് മെല്ലെ പുറത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ്. ഒരു -15 -20 ഒരു ടെമ്പറേച്ചറാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇപ്പം രാവിലെ എഴുന്നേക്കുക, ആ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് എഴുന്നേക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു കാര്യമാണ്. അവിടെ തന്നെ കിടക്കാൻ തോന്നും. കിടന്നാൽ പോലും ഉള്ളിൽ തണുപ്പുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ 2ാമത്തെ ഡേൻ്റെ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് റെഡിയാവാൻ പോവാണ്. ഗുഡ് മോർണിംഗ്. എല്ലാവരുടെയും വായിന്ന് മൂക്കുന്നൊക്കെ പുക വരുന്നുണ്ട്. Survived one night. 2 more nights. പാക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. Honey in frozen phone. गलत നടക്കോ? कल जो गाड़ी कहाँ पे कल मतलब हम लोग ड्रॉप किया कल गाड़ी में. जार है ना, जार ट्रैकिंग पॉइंट. जार ना. हाँ, ट्रैकिंग स्टार्ट है. हाँ, जगह का नाम है जार. वहाँ पे एक केफ है, जार केफ नाम का. एंड ये जगह का नाम क्या है? ये जगह का नाम है शिंगरा योकमा. शिंगरा योकमेलाना फर्स्ट डे टेंट. फिर अभी हम यहाँ से आगे जाएंगे तो सबसे पहले आएंगे बकुला केफ. वहाँ पे और एक केफ है. डे 2 नहीं, डे 2 है ना, आज जाएंगे ना. सेकंड डे 1 आज. फिर आज हम और कवर करेंगे मरकला. फिर उसके बाद शिंगरा कोमा में हमारा लॉन्च होगा. ओके. शिंगरा कोमा में हमारा लॉन्च होगा. ओके. फिर लॉन्च के बाद और 1.5 जैसा. उसके बीच में आएंगे सुमो वाटरफॉल. सुमो में जाके रहेंगे. वाटरफॉल से थोड़ा सा 10-15 मिनट जैसा आगे जाके वहाँ पे हमारा आज नाइट स्टे होगा. ओके. सुमो में. फिर कल हम सुमो से आएंगे बकुला या यहाँ पे देखते हो हम टाइम. फिर परसों हम यहाँ से 1-2 घंटा वहाँ तक. फिर उसके बाद लंच. फिर गाड़ी में सीधा ले. ഓക്കെ. അങ്ങനെയാണ് ഐറ്റിനറി. കാശിയാണ് ഞങ്ങളുടെ ട്രക്ക് ഗൈഡ്. എല്ലാ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്ത് തന്ന് ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല പ്രോപ്പറായിട്ട് അവർ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഇറങ്ങിയപ്പോൾ അവിടെ ഇഷ്ടം പോലെ ട്രക്കേഴ്സ് ഉണ്ടായിരുന്നു. ടെൻറ്റൊക്കെ കുറേ ടെൻറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഇങ്ങ് ദൂരെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഇവിടെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾ 3 ടെൻറ്റ് മാത്രം, വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രം, അങ്ങനെയുള്ളൊരു സ്ഥലത്തൊക്കെയാണ് ടെൻറ്റ് ചെയ്ത് എന്നാൽ അവരൊക്കെ പാക്കിംഗ് ഒക്കെ ചെയ്യാണ് പോകാൻ വേണ്ടിയിട്ട്. തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. കൈ
ഇത് ഇടാഞ്ഞിട്ട് എൻ്റെ കൈ ഫ്രീസായി. ഇത് പിടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കയ്യിൽ സോക്സ് ഇടട്ടെ. കയ്യിൽ സോക്സ് അല്ല, കൈൻ്റെ ഹാൻഡ് ഗ്ലൗസ് ഇടട്ടെ. ഓ മൈ ഗോഡ്, ഭയങ്കര തണുപ്പ്, നല്ല തണുപ്പുണ്ട്. ഓരോരാളൊക്കെ റെഡിയായി. ഇതിൻ്റെ ടെൻറ്റിൻ്റെ പിറകിൽ ഓരോ ബാഗൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. സ്ലീപ്പിംഗ് ബാഗൊക്കെ നമ്മൾ പാക്ക് ചെയ്തു രാവിലെ തന്നെ. സോ ഫാർ സോ ഗുഡ്. ഡേ 2 സ്റ്റാർട്ട്സ് ടുഡേ. നടന്നു തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് തണുപ്പ് കുറയുന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഭയങ്കര തണുപ്പാണ്, ഭയങ്കര ഫ്രീസിങ് കോൾഡ്. ഈ ഒരു വ്യൂ അതിഭയങ്കരമാണ്. കണ്ട അവിടെ സൺ അല്ല, കുറച്ചൊരു പോഷൻ മാത്രം അവിടെ സൺറൈസ് കാണാം. ഇത് ഇത്രയും തണുപ്പുള്ള വെള്ളമാണ് കൊണ്ടുവന്നിട്ട് അവർ ഇത് ചെയ്യണത്. അത് എടുക്കാൻ പോകുന്ന തന്നെ കാണുമ്പോൾ സ്ലൈഡ് ചെയ്തുകൊണ്ട് പോകണുണ്ടോ ഒരു ഇത്. കാണിച്ചു തരാം അങ്ങോട്ട്. അയ്യോ, എൻ്റെ ഗ്ലൗസ് അഴിക്കണം, അതാ പ്രശ്നം. ഫില്ല് ചെയ്തിട്ട് ആ തണുപ്പ് മാറി നോർമലാവാൻ തന്നെ ടൈം എടുക്കും. എന്നിട്ട് വേണം തണുക്കാൻ. കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണോ വെള്ളം എടുത്തിട്ട് വരുന്നത്. എൻ്റെ കഴിച്ച് പൊളിച്ചൊക്കെ പാക്കാക്കി. എൻ്റെ അമ്മേ വയ്യ സഹിക്കാൻ. പാത്രം കഴുകൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട്. പക്ഷെ ആ തണുത്ത വെള്ളത്തിൽ ഭഗവാനെ. वाटर बॉटल लेके आए? वाटर बॉटल लेके आए? ഒരാള് മുടിയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും പുറത്ത് കാണാൻ പറ്റില്ല. ക്യാപ്പ് എടുത്തിട്ടോ. ഓ, നമുക്ക് വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യാം. All ready. Everyone is ready. Shanti ready? Yeah. All set. Yeah. Where is your water bottle? Mine is there. Okay. Adrian. Yes. Water bottle. Water bottle filled. Filled ആണോ? Okay. അപ്പോൾ സെക്കൻഡ് ഡേൻ്റെ ട്രക്ക് നമ്മൾ യോക്മിൽ നിന്ന് തുടങ്ങുമ്പം കുറച്ച് ഇങ്ങനെ പാരലായിട്ടുള്ള ആ ഒരു റോഡിലേക്കൂടെ മുകളിൽ കയറി വന്ന് റോഡിലേക്കൂടെ കുറച്ച് ദൂരം നടന്നിട്ട് വീണ്ടും കുന്നുകുത്താന്ന രീതിയിൽ താഴോട്ട് ഇറങ്ങി ആ ഫ്രോസൺ റിവറിൻ്റെ അതിലേക്കൂടെ പോകണം. ഇവിടുന്ന് തന്നെ പോകാനുള്ള വഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് മുകളിലോട്ട് കയറി കുറച്ച് നേരം റോഡിലേക്കൂടെ നടന്നിട്ട് താഴോട്ട് വരേണ്ടത്. അപ്പോൾ ആ കയറ്റവും ഇറക്കവും തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ ഭയങ്കര സ്ലിപ്പായി പോകുന്ന തരത്തിലുള്ള വഴിയാണ്. അപ്പം നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പം ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു പാച്ചിലുള്ള റിവറിൻ്റെ സൈഡ് നല്ല ഭയങ്കരമായിട്ട് ഫ്രോസൺ ആയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് അതിൽ കൂടെ നടക്കാൻ പറ്റാത്തത്. നടക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അടിയിലേക്ക് താണു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ദൂരമാണ് നമ്മൾ പുറത്ത് വന്ന് കുറച്ച് റോഡിലേക്കൂടെ നടന്ന് പിന്നെ വീണ്ടും നല്ലോണം ഫ്രോസൺ ആയ സ്ഥലത്തേക്ക് താഴോട്ട് ഇറങ്ങി ആയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ വലിയ വലിയ പാറക്കല്ല് പോലത്തെ കല്ലുകളും ഭയങ്കര സ്ലൈഡ് ആവുന്ന തരത്തിലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ ഇറക്കം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നും പിടിക്കാനും ആക്കാനൊന്നും ഇല്ല. ചിലപ്പോൾ അതിങ്ങനെ സ്ലിപ്പായി പോവുകയൊക്കെ ചെയ്യും. പക്ഷെ ആ ഒരു ഫ്രോസൺ റിവറിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് മുകളിൽ നിന്ന് കാണാമായിരുന്നു. നല്ല നല്ല വൃത്തിക്ക് ഭയങ്കര എന്തൊക്കെയോ ഐസിൻ്റെ ഡിസൈൻസൊക്കെ ആയ പോലെയൊക്കെ കാണാം. ബൂട്ട്സൊക്കെ ഇട്ടിട്ട് നടക്കാൻ തന്നെ വലിയ പാടായിരുന്നു. ലഗേജും കൂടി ആകുമ്പോഴത്തേനും കുറേയും കൂടെ ബുദ്ധിമുട്ട്. പിന്നെ നമുക്കവിടെ പിടിക്കാനോ അങ്ങനെയൊന്നും കാര്യങ്ങളില്ല. അപ്പോൾ ചില സ്ഥലത്ത് തീരെ ഗ്രിപ്പ് കിട്ടാത്തടുത്താണ് ഇങ്ങനെ കയറ് കെട്ടിയിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആ കയറിൻ്റെ ഒരു ഉറപ്പിലാണ് അങ്ങോട്ടേക്ക് ബാക്കിയുള്ള ദൂരം നടന്നു പോകുന്നത്. അപ്പോൾ ചില സ്ഥലത്തൊക്കെ കയറ് കെട്ടി കാണും. ഇവിടെ അങ്ങനെ കയറൊന്നും കെട്ടിയിട്ടില്ല. അപ്പോൾ ശ്രദ്ധിച്ച് ഇറങ്ങുക. ഈ ഭാഗത്തോട്ടുള്ള റോഡിൻ്റെ പണി ഇപ്പം നടക്കുന്നേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ ഈ റോഡൊക്കെ ഫുള്ളി ഫങ്ഷണലാവും. അപ്പം ചാദർ ട്രക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം വണ്ടിയിൽ തന്നെ നമുക്ക് പോയി വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ നടന്ന് ട്രക്ക് ചെയ്ത് പോയിട്ട് നേരെ വാട്ടർഫോളോ അല്ലെങ്കിൽ സുമോ വാട്ടർഫോളോ ഒന്നും കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ റോഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചാദർ ട്രക്കൊന്നും ഉണ്ടാവില്ല. ആ ഐസ് ഫോർമേഷൻ്റെ ഒരു കാര്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാണാൻ. നമ്മളെല്ലാവരുടെയും ഒരുപോലെയല്ല ഐസ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്കത് കാണാൻ ഭയങ്കര രസമാണ്. ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ നല്ല ചിത്രം വരച്ച പോലെയൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ഇടയിൽ ചില സ്ഥലത്ത് വെള്ളം പോകുന്ന കാണാം. പക്ഷെ ആ വെള്ളം പിന്നെ കുറേ ദൂരം കഴിഞ്ഞിട്ടാണ് ഏതോ ചെറിയൊരു ഇതിൽ നിന്നാണ് പിന്നെ പുറത്തേക്ക് വരുന്നതൊക്കെ നമ്മൾ കാണുന്നത്. ഇവിടെ കുറേ ആൾക്കാർ ഓൾറെഡി ടെൻറ്റ് അടിച്ച് നിൽക്കുന്നുണ്ട്. വേറൊരു ടീമാണ്.
അതിൻ്റെ ഒരു ഇത് കാണാം. പിന്നെ ഈ റോഡ് വർക്ക് ചെയ്യുന്ന ബ്രോ എന്ന് പറയുന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, അവരുടെയും കുറേ ടെൻറ്റ് നമുക്ക് അവിടെ ഇവിടെ കാണാം. അവർ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്ന കാരണം അവരുടെ വർക്കേഴ്സും ആ പണിയെടുക്കുന്ന ആൾക്കാരും ഒക്കെയാണ് ഇവിടെ ടെൻറ്റ് അടിച്ചിട്ട് താമസിക്കുന്നത്. അപ്പം ആ ഒരു പാച്ചാണ് ഈ കാണുന്നത്. ഓരോരാളുടെയും ഓരോ ഇത് കണ്ടിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആണ്. ഇങ്ങനെ ഇത്രയും വലിയ മലയുടെ താഴെയുള്ള ഈ ഫ്രോസൺ റിവർ, അതിൻ്റെ മുകളിലൂടെയാണ് ഞങ്ങളുടെ നടത്തം. നല്ല ഇത്ര ഒരു ചെറിയ പോർഷനാണ് വെള്ളമായിട്ട് ഒഴുകണത്. അതിൻ്റെ ഐസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ കുറേ ദൂരം കഴിഞ്ഞിട്ട് പുറത്ത് വരും. ഇവിടെയൊക്കെ ഐസ് തന്നെയാണ്. കൂടുതൽ തണുപ്പായി കഴിഞ്ഞാൽ ഇതും ഫ്രോസണാവും. Frozen till the end. Frozen river everywhere, frozen. നമുക്ക് ഏറ്റവും കൂടുതൽ തണുപ്പ് ഇങ്ങനെ ഏഷ്യ ഒന്ന് കൈയിൻ്റെയും കാലിൻ്റെയും വിരലുകളിലും അങ്ങനെയൊക്കെ, പിന്നെ മുഖത്താണ്. അപ്പം ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ വല്ലാണ്ട് തണുപ്പ് അടിക്കുക. അപ്പം അത് കാരണമാണ് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. മൂക്ക് വായും ഒക്കെ കവർ ചെയ്ത് ജസ്റ്റ് കണ്ണ് മാത്രം പുറത്ത് കാണുന്ന തരത്തിലാണ് വെക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ശ്വാസം കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ എന്തുകൊണ്ട് കവർ ചെയ്ത് മാസ്ക് ഒക്കെ വെച്ച ടൈമിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല ഒരു ബുദ്ധിമുട്ട്. ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഇതാ ഐസ് ബ്രേക്ക് ആവുന്നതിൻ്റെ സൗണ്ട് കേൾക്കാം. ഞാൻ എത്തവും പത്തോന്ന് പറഞ്ഞ് വീണു. എഴുന്നേക്കാൻ പാടാ അവിടുന്ന്. അയ്യോ ഭയങ്കര രസമായിരുന്നു വീഴുമ്പോ. ഞാനും വീണു, എൻ്റെ ബാഗ് അതിൻ്റെ മുകളിലും. ഒന്നും പിടിക്കാനും ഇല്ല, പിടിച്ചെഴുന്നേക്കാനും ഒന്നുമില്ല. എന്നാൽ വീഴുമ്പോൾ ഒരു സപ്പോർട്ടിനൊന്നും പിടിക്കാനും ഇല്ല. വീണ് കഴിയുമ്പോൾ എല്ലാം കൂടെ തണുത്തുറഞ്ഞ ഐസിൻ്റെ മുകളിൽ. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത് മാത്രമല്ല എൻ്റെ കാലിൻ്റെ അത് കുറച്ച് പോർഷൻ വെള്ളത്തിലായി. അപ്പോൾ അതിനകത്തേക്ക് വെള്ളം കയറി സോക്സൊക്കെ ഇങ്ങനെ നനഞ്ഞ് കാലിൻ്റെ വിരലൊക്കെ ഫ്രോസണായി. അത് റിമൂവ് ചെയ്യാനാണെങ്കിൽ അവിടെ ഇരിക്കാനും സ്ഥലമില്ല. ബാഗ് അവിടെ നിലത്ത് വെച്ച് ബാഗിൻ്റെ മുകളിൽ ഇരുന്ന് വേഗം ഒന്ന് അഴിക്കുമ്പോഴത്തേനും ഭയങ്കര തണുപ്പ്. ആ സമയം കൊണ്ട് വേഗം രേഖ പുതിയ സോക്സൊക്കെ എടുത്ത് വെച്ച് വേഗം അത് ഇട്ടൊരു വാമറിൻ്റെ അതൊക്കെ അതിനുള്ളിൽ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവമാണ് ചാദറിൽ വീണ് കഴിഞ്ഞാൽ. വീഴൽ മാത്രമല്ല അതിന് വെള്ളത്തിലേക്ക് ആയി കാല് എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായി. ചാദർ ട്രക്കിൽ പോയി കഴിഞ്ഞാൽ വീഴണം എന്നാണ്, എത്ര പ്രാവശ്യം വീണു എന്നാണ് ചോദിക്കുക ജനറലി. സ്ലൈഡ് അപ്പോൾ ഈ നദി മുഴുവനായും ഫ്രോസൺ ആവാത്ത സ്ഥലത്തൊന്നും നമുക്ക് അതിലൂടെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് വീണ്ടും നമ്മൾ ഇങ്ങനെയുള്ള മലകളുടെ മുകളിലേക്കൂടെ കയറി അങ്ങനെ കയറി പോകണം. ഈ സെൻസറിൻ്റെ ഇവിടെ വിട്ടിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കയറി കരയിലേക്കൂടെ കുറച്ച് ദൂരം പോവാണ്. നദി ഇവിടെ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ നദീൻ്റെ മുകളിൽ വൈറ്റ് കാണുന്നത് ഐസാണ്. ഐസ് ഇങ്ങനെ അതിൻ്റെ മുകളിലേക്കൂടെ ഒഴുകി പോകുന്ന ഇതാണ് കാണുന്നത്. അപ്പോൾ ചില സ്ഥലത്ത് മുഴുവൻ നദിയും ഐസായിട്ടുണ്ട്, പക്ഷെ ചില സ്ഥലത്ത് വളരെ ലൈറ്റായിട്ട് ഉള്ള ഐസ് ഫോർമേഷനായിട്ട് അതിങ്ങനെ ഒഴുകി പോകുന്ന കാണാം. അപ്പോൾ അതിനിങ്ങനെ വെള്ള കളറൊന്നുമില്ല, ജസ്റ്റ് ആ വെള്ളത്തിൻ്റെ തന്നെ കളറിൽ പക്ഷെ ചെറിയൊരു ഡിസൈൻ പോലെ നീട്ടി വിരിച്ച സാരി പോലെയൊക്കെ തോന്നും, ഒരു ഡിസൈനർ സാരി പോലെ. ഇവിടെ ഉള്ളത് കുറേയും കൂടെ വെള്ള നിറത്തിൽ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള ഐസ് ഫോർമേഷനാണ് നമുക്ക് കാണാൻ പറ്റുക.
ലഞ്ചൊക്കെ ഇവിടെ നിർത്തി കഴിച്ച് ഇവർ വീണ്ടും പാക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. വീണ്ടും പാക്ക് ചെയ്ത് കിച്ചടിയൊക്കെ കഴിച്ച് ഐസൊന്ന് ഗ്യാസൊക്കെ കത്തിച്ച് പറകോട്ട് കളിക്ക് പറകോട്ട് പറകോട്ട് കളിക്ക് പറകോട്ട് അടി പറകോട്ട് കളിക്ക് വെള്ളത്തില് മിഠായി പറക്കലാണ്. പോയി കളക്ട് ചെയ്ത് തിരിച്ചു വരൂ. She's pushing him back. പുലാവ് ഇതാ വേറൊരു വലിയ ഗ്രൂപ്പ് വരുന്നുണ്ട്, 26 പീപ്പിൾ. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കാണ്. അവർ വരുന്നതിന് മുന്നേ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഈ ഫ്രോസൺ റിവറിൻ്റെ സൈഡിൽ നിന്ന് അവർ അവിടെ നിന്നൊക്കെ പാക്ക് ചെയ്തിട്ട് വരിക. ഈ ട്രെക്ക് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടു ഗുഡ്, ടു ബ്യൂട്ടിഫുൾ, നെവർ എവർ ഇമാജിൻഡ് ഈ ട്രെക്ക് ചെയ്യാൻ പോകുന്നത്. 2024 ഫസ്റ്റ് ട്രെക്ക്, ചാത ട്രെക്ക് ആയാലും ഐ എം സോ ഹാപ്പി, സോ ഗ്രേറ്റ്ഫുൾ. ഇങ്ങനെയൊരു സ്ഥലം പറഞ്ഞാലൊന്നും ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇത്രയും ഫ്രോസൺ ആയിട്ടുള്ള ലേക്ക്, സൈഡിലൂടെ കുറച്ച് മാത്രം ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്, നല്ല ബ്ലൂയിഷ് കളറിൽ. പിന്നെ അതിന് ചുറ്റുമുള്ള മൗണ്ടെയ്ൻസിൻ്റെ ഒക്കെ റോക്കി മൗണ്ടെയ്ൻസ്, അതിൻ്റെ റോക്കിൻ്റെ മുകളിൽ ഇങ്ങനെ കാർവിങ്സ് കാണാം, ഇങ്ങനെ വരച്ച പോലെയൊക്കെ ഒരേ രീതിയിൽ. ആ ഒരു ലാൻഡ് ഫോർമേഷൻ്റെ ഒരു ഇത്. ഇങ്ങനെയുള്ള ഒരു ആംബിയൻസിൽ ഈ ഒരു ടെമ്പറേച്ചറിൽ ഐ തിങ്ക് ഇറ്റ്സ് -15 അങ്ങനെയൊക്കെയാണ് ഡേ ടൈമിലും തോന്നുന്നത്. -15, -20 ഇതിലാണ് ഞങ്ങൾ കുറച്ച് മണിക്കൂറുകളായി നടന്നുകൊണ്ടിരിക്കണേ. 3 മണിക്കൂർ നടന്നു, ലഞ്ച് കഴിച്ചു. ഇനി ഒരു 1.5 മണിക്കൂറും കൂടെ നടന്നാൽ ഞങ്ങൾ ക്യാമ്പ് സൈറ്റിലെത്തും. പിന്നെന്താണ്, പവർ ബാങ്ക്, അങ്ങനെ ഇത് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ പവർ ബാങ്ക് കൊണ്ടുവരാം. അതൊക്കെ വൂളൻ സോക്സിൻ്റെ ഉള്ളിലൊക്കെ പൊതിഞ്ഞ് ബാഗിൻ്റെ ഉള്ളിൽ വെക്കാം. അപ്പോൾ അത് നിൽക്കും കുറച്ചും കൂടെ ചാർജ്. പിന്നെന്താ, നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും സോക്സ് കൊണ്ടുവരാം. പിന്നെ ഈ ബൂട്ട്സ് ഇട്ടിട്ടാണ് എല്ലാവരും നടക്കണേ. അപ്പം മറ്റുള്ള ചെരുപ്പിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വീഴൊക്കെ ചെയ്തു, തെന്നി വീണ്. ഞാൻ വീണത് ആ വെള്ളത്തിൻ്റെ സൈഡിലായിപ്പോയി. കാലിൻ്റെ ഉള്ളിൽ വെള്ളം കയറുകയും ചെയ്തു, 2 ലെയർ ഓഫ് സോക്സ് നനയും ചെയ്തു. കാലപ്പം തന്നെ ഫ്രോസണായി. വേഗം സോക്സ് അയച്ച് പിന്നെ പുതിയ 2 ലെയർ സോക്സ് ഇട്ടു. അതിൻ്റെ ഇടയിൽ ആ വാമറിൻ്റെ ആ ഒരു പാച്ച് വെച്ച്, അപ്പോൾ കുറച്ച് സുഖമായി. പിന്നെ 1-2 പേര് തെന്നി വീണു. വീഴുമ്പോൾ ഇങ്ങനെ തെന്നി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ബാലൻസ് പോയി. തറയും പറഞ്ഞിട്ടുള്ളൊരു വീഴലാണ്. വെള്ളമായിട്ടേയും കുഴപ്പമില്ല, വീണ് കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കാത്തേ ഉള്ളൂ. വെള്ളം കയറിയാൽ സോക്സൊക്കെ മാറ്റണം. വെള്ളത്തിന് എന്തൊരു കളർ ഡിഫറൻസ് ആണെന്നത്. ഇവിടെ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഐസ് ഫോർമേഷൻ ഒന്നും അങ്ങനെ അധികം അതിൻ്റെ വെള്ളത്തിൻ്റെ മുകളിലില്ല. ഇതുണ്ട്, അവിടെ ഒരു വാട്ടർഫോൾ ഫ്രോസൺ ആയി നിൽക്കുന്നതാണ്. ഫ്രോസൺ വാട്ടർഫോൾ. അതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ വെള്ളം വരുന്നേ. ചെറിയ 2 സ്ട്രീം മാത്രം വെള്ളം ഒഴുകുന്നതാണ് ഇവിടെ. ഇന്ന് എത്തിട്ടു ബാക്കിയൊക്കെ ഫ്രോസണായി. ഇവിടെ ബാക്കിയൊക്കെ ഫ്രോസണായി. ഇതിൻ്റെ ഒരു ഇതാ ഇവിടെ വെള്ളം, ഇവിടെ ഐസ്, ഇവിടെ ഫ്രോസൺ ഐസ്. പിന്നെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഫുൾ ബിഗ് റോക്ക് ലൈക്ക് ദിസ്. തീർന്നില്ല. നമുക്ക് വീണ്ടും പാറയുടെ മുകളിലേക്കൂടെ നടന്നു പോകേണ്ട ഇതായി. അപ്പുറം റിവർ അത്രയും ഫ്രോസൺ ആയിട്ടില്ല, അത്ര ഹാർഡായിട്ട് ഫ്രോസൺ ആയിട്ടില്ല. അപ്പം നമുക്ക് നടക്കാൻ പറ്റില്ല. നടന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ പോവും.
അപ്പോൾ ഈ കയറുന്ന ഭാഗത്ത് ഓൾറെഡി ഇങ്ങനെ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പിടിച്ച് കയറുക എന്നുള്ളതാണ്. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഭയങ്കര സ്ലോപ്പിയാണ്. കാല് വെക്കാനുള്ള ഓപ്ഷനൊന്നും ഇല്ല, ഒന്നും പിടിക്കാനും ഇല്ല. പിന്നെ വലിയ വലിയ കല്ലായത് കാരണം ഇങ്ങനെ കാല് നമ്മുടെ ഒരു കാലിൻ്റെയൊക്കെ ഹൈറ്റിൽ കൂടുതൽ എടുത്ത് വെച്ചാലാണ് അത് കുറച്ചും കൂടെ നമുക്കത് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ പക്ഷേ എല്ലാവരും ഒരുവിധം വീഴാണ്ടൊക്കെ എങ്ങനെയൊക്കെയോ താഷീൻ്റെ സഹായത്തോടു കൂടെ ക്രോസ് ചെയ്ത് അപ്പുറം പോയി. സുമോ വാട്ടർഫോളാണിത്. ചുറ്റുമുള്ള നദി ഇങ്ങനെ ഫ്രോസൺ ആയി കിടക്കുമ്പോൾ ഒരു വാട്ടർഫോൾ മാത്രം നല്ല വെള്ളം വീഴുന്ന കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. കുറച്ചൊരു ചൂടുള്ള വാട്ടർഫോൾ ആണത്. നമ്മുടെ സമ്മിറ്റ് പോയിന്റ് ആണിത്. രണ്ട് നോസ്ട്രലിന് ഇങ്ങനെ എന്താ മൂക്കിൻ്റെ കുഴിയിൽ നിന്ന് വെള്ളം വരുന്ന പോലെ ഉള്ള ഇതാണ്. അതിൽ ഇത് കുഴിയിൽ നിന്ന് വരില്ല, അത് അടിച്ചിരിക്കുകയാണ്. മറ്റേന്ന് മാത്രമാണ് വെള്ളം വരുന്നത്. അതാണ് ഇതിൻ്റെ പിറകിലുള്ള ഐതിഹ്യം. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇതാണ് നമ്മുടെ സമ്മിറ്റ് പോയിന്റ്. അതിൻ്റെ ഏറ്റവും മുകളിൽ പോകാൻ അവരവിടെ എത്തി. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ പോയിന്റാണിത്. കുറേ അധികം കയറാനുണ്ട്. കയറി മുകളിലെത്തുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണിത്. ഓൺപോ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ആസ്ട്രോളജർ തിബറ്റിൽ നിന്ന് കൈലാഷ് ഹില്ലിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കല്പം. അപ്പോൾ പോകുന്ന വഴി അവരൊരു മോങ്കിനെ, ഒരു സന്യാസിയെ കാണുകയും അവരോട് ആശീർവാദമൊക്കെ എടുത്തതിന് ശേഷം അവരുടെ നേരക് എന്ന് പറയുന്ന വില്ലേജിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആ വില്ലേജിൽ വെള്ളത്തിന് ഭയങ്കര അധികം ബുദ്ധിമുട്ടാണ്. അവിടെ കൃഷി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം വെള്ളമില്ല. അപ്പോൾ അതിനു വേണ്ടി ഒന്ന് അനുഗ്രഹിക്കണം എന്ന് അനുഗ്രഹം ചോദിച്ചപ്പോൾ സന്യാസി ഒരു മെറ്റാലിക് ബോക്സിൽ, ഒരു ഇരുമ്പിൻ്റെ അങ്ങനെയുള്ള ഒരു ബോക്സ് നോപ്പോന് കൊടുക്കുകയും ഈ ബോക്സ് എവിടെയും വെക്കാതെ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ നേരക് വില്ലേജിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അവിടെ ചെന്നിട്ട് മാത്രമേ അത് തുറക്കാൻ പാടുള്ളൂ, അതിന് മുന്നേ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വിഷ് ചെയ്തിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ പോകുന്ന വഴി സന്യാസി തന്നെ പറഞ്ഞു, ഇത് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട്, പക്ഷേ നിങ്ങൾ വില്ലേജിൽ എത്തിയാൽ മാത്രമേ നിങ്ങളിത് തുറക്കാൻ പാടുള്ളൂ. പക്ഷേ പോയിക്കൊണ്ടിരുന്നപ്പം ഈ സുമോ വാട്ടർഫോളിൻ്റെ ആ എക്സാക്ട് സ്ഥലത്ത് എത്തിയപ്പോഴത്തേനും ഇത് നല്ലോണം വെയിറ്റ് കൂടി നല്ല ഹെവി ആയി. അപ്പം ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നോപ്പോ മെറ്റാലിക് ബോക്സ് അവിടെ വെച്ചിട്ട്, ഇരുമ്പിൻ്റെ ആ ബോക്സ് അവിടെ വെച്ച് അത് തുറന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് നിന്ന് 2 ഗോൾഡൻ ഫിഷ് എടുത്ത് അതിനുള്ളിൽ നിന്ന് ഇറങ്ങി
തുള്ളി പോയി ഈ റോക്കിൻ്റെ ഈ പാറകളുടെ ഉള്ളിലേക്ക് പോയിന്നും ആ പോകുന്നതാണ് ഈ 2 ദ്വാരം എന്നുമാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്തു. അയ്യോ ഞാൻ ഇവിടുന്ന് തുറന്നല്ലോ എന്നുള്ള വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ 2 പാറകളിൽ നിന്ന് ഒരു ഹോളിൽ നിന്ന് പിന്നെ നോക്കിയപ്പോൾ നന്നായിട്ട് 2 ഹോളിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കണ്ട ഒരു ദേഷ്യത്തിന് ഇത് എൻ്റെ വില്ലേജിലേക്ക് ഞാൻ കൊണ്ടുപോകേണ്ടിയായിരുന്നു, അവിടെയുള്ള ആൾക്കാർക്ക് ഉപയോഗത്തിന് എത്തേണ്ട കാര്യമാണ്, എൻ്റെ ഒരു ഇത് കാരണം ഞാൻ ഇവിടുന്ന് തുറന്നത് കാരണമാണ് അത് നഷ്ടപ്പെട്ടതെന്നുള്ള ഒരു ദുഃഖത്തിൽ ആ ആസ്ട്രോളജറിൻ്റെ കയ്യിൽ ഒരു മനുഷ്യൻ്റെ തലയോട്ടി ഉണ്ടായിരുന്നു. ആ തലയോട്ടി കൊണ്ട് ആ ഒരു ഹോള്, ആ ഫിഷ് പോയ 2 ഹോളിൽ ഒരു ഹോള് ഇങ്ങനെ ഇട്ട് അമർത്തി അത് അടച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അടച്ചത് കൊണ്ട് ആ ഒരു ഹോളിലേക്ക് കൂടെ വെള്ളം വരുന്നില്ല, മറ്റേ ഹോളിലേക്ക് കൂടെ ഇപ്പോഴും നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഇത്രയും തണുത്തുറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്ത് ഇങ്ങനെ വെള്ളം ഒഴുകുന്നതും അതിന് ഒരു പച്ച പായലിൻ്റെ അത് നമ്മൾ കാണുന്നത് എൻറ്റയർ ലേയിൽ നമ്മൾ അങ്ങനെ ഒരു പച്ചപ്പ് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ അതൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന പോലെയാണ്, നമ്മുടെ മുന്നിലുള്ള പോലെയാണ് ആ ഒരു വിഷ്വൽ നമുക്ക് തോന്നിയത്. അപ്പോൾ ഈ അൺബിലീവബിൾ ആയിട്ടുള്ള വാട്ടർഫോളാണ് നമ്മുടെ ചാദർ ട്രെക്കിൻ്റെ സമ്മിറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, സുമോ വാട്ടർഫോൾ. ഇവിടുന്ന് പിന്നെ 2 ദിവസം ട്രെക്ക് ചെയ്താലാണ് നേരക്ക് വാട്ടർഫോളിൽ എത്തുന്നത്. പക്ഷേ അങ്ങോട്ടേക്ക് പോകാൻ ഇപ്പോൾ പെർമിഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ സുമോ വാട്ടർഫോൾ കണ്ട് അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെയാണ് ഇന്ന് ടെൻറ്റ് അടിച്ച് താമസിക്കാൻ പോകണേ. അപ്പം ശാന്തി ഇന്ത്യ ഫ്ലാഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര സന്തോഷമായി. നമ്മൾ സുമോ ടെൻറ്റ് ഉള്ള സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ കുറേ മസ്തിയൊക്കെ ചെയ്ത് അപ്പൂപ്പൻ താടി എന്നൊക്കെ എഴുതി ഒക്കെ നോക്കി. പക്ഷേ ഞങ്ങൾ പോയ ടെൻറ്റിൻ്റെ അടുത്ത് ഓൾറെഡി 10-16 ആൾക്കാർ ഉള്ള ഒരു കൂട്ടം ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇന്നലത്തെ പോലെ അത്ര ശാന്തസുന്ദരമായ ഭയങ്കര ഒച്ചപ്പാടില്ലാത്ത ഒരു ടെൻറ്റ് ഉള്ള സ്ഥലമായിരുന്നില്ല അന്നത്തെ ദിവസം കിട്ടിയത്. കാരണം ഒരുപാട് ആൾക്കാരുണ്ട്, അവർ നല്ല ലൗഡ് വോള്യത്തിൽ പാട്ടൊക്കെ വെച്ച് പാർട്ടിയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. അപ്പം അന്നത്തെ സുമോ വാട്ടർഫോളിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കുഞ്ഞു സ്ഥലത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ പല പല ടെൻറ്റൊക്കെ അടിച്ച് അവിടെ താമസിച്ച് പിറ്റത്തെ ദിവസം തിരിച്ച് റിട്ടേൺ നടന്നു. അങ്ങനെയാണ് ചാദർ ട്രെക്കിൻ്റെ നെക്സ്റ്റ് ഡേൻ്റെ ഐറ്റിനറി. അയ്യോ അത് വേറെന്തൊരു ചിഹ്നായി പോയി. കുറച്ച് മീശ വരച്ചാൽ അപ്പൂപ്പനാവും. ഇല്ല, ഇത് ഗേളിന്റെ ഇതാ. ഗേളിന് മീശ ഉണ്ടോ? മീശ വരച്ചില്ലല്ലോ. ഇവിടെ ഓൾറെഡി വേറെ ഏതോ ഒരു ഗ്രൂപ്പിൻ്റെ കുറേ ടെൻറ്റൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. വേറെ 2-3 ഗ്രൂപ്പിൻ്റെ ഉണ്ട് ഇവിടെ, ഓരോന്ന് കിച്ചൺ ടെൻറ്റും. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ചും കൂടെ പോകാം. നമുക്ക് ത്രൂ ഔട്ട് ഭക്ഷണത്തിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. നല്ല രീതിയിലുള്ള ചൂടുള്ള ഭക്ഷണമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. മോമോസും സൂപ്പും ദാൽ കറിയും ചോറും രാജ്മയും ഒക്കെ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ട്രക്ക് കഴിഞ്ഞ് ക്ഷീണിച്ച് എത്തുമ്പോഴത്തേനും നല്ല ചൂട് ചായയും സ്നാക്സും ഒക്കെ റെഡിയായിരുന്നു. അവർ ഭയങ്കര ആക്റ്റീവായിട്ട് കിച്ചണിൽ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ വന്നു, എല്ലാവരും ഒന്ന് ടെൻറ്റിലൊക്കെ കയറി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ ബാക്കി കാര്യം അടുത്ത വ്ലോഗ്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ?